നമസ്കാരം. UDFനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് UDFന് അധികാരം ലഭിച്ചാൽ ക്ഷേമ പെൻഷനുകൾ നിർത്തലാക്കുമെന്ന സൂചനയാണ് ഇതുവഴി കോൺഗ്രസ് നൽകിയിട്ടുള്ളത് എന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറയുന്നതിനെ അങ്ങനെ കാണണമെന്നാണ് MV ഗോവിന്ദൻ പറയുന്നത്. ദേശാഭിമാനി ദിനപത്രത്തിലെ എഡിറ്റോറിയൽ പേജിൽ ചുവപ്പിൻ പ്രകാശം എന്ന പേരിൽ എഴുതിയ ലേഖനത്തിലാണ് MV ഗോവിന്ദന്റെ ഈ വിമർശനം. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷത്തോളം പേരെയാണ് കൈക്കൂലി വാങ്ങുന്നവരെന്ന് വിളിച്ച് കോൺഗ്രസ് നേതാവ് അപമാനിച്ചിരിക്കുന്നത്. അവശ ജനവിഭാഗത്തിന്റെ അവകാശത്തെ കൈക്കൂലി എന്ന് വിശേഷിപ്പിക്കാൻ മനുഷ്യത്വം കൈമോശം വന്നവർക്കേ കഴിയുകയുള്ളൂ എന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. ജനങ്ങൾക്ക് ഏറെ ആശ്വാസകരമായ ഈ പദ്ധതിക്ക് എതിരാണ് തങ്ങളെന്ന പ്രഖ്യാപനമാണ് കോൺഗ്രസ് നേതാവ് നടത്തിയിരിക്കുന്നത്. UDFന് അധികാരം ലഭിച്ചാൽ ക്ഷേമ പെൻഷനുകൾ നിർത്തലാക്കുമെന്ന സൂചനയാണ് ഇതുവഴി കോൺഗ്രസ് നൽകിയിട്ടുള്ളത്. MV ഗോവിന്ദൻ വ്യക്തമാക്കി. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തോൽക്കുമെന്ന അങ്കലാപ്പിലാണ് ഇപ്പോൾ കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുൻ MLAയുമായ PV അൻവറിനെ സന്ദർശിച്ചു എന്നും അദ്ദേഹം പറയുന്നു. നേതൃത്വം അറിഞ്ഞ് പറഞ്ഞയച്ചതാണ് രാഹുലിനെ. പിടിക്കപ്പെട്ടപ്പോൾ കൈയൊഴിഞ്ഞുവെന്നും MV ഗോവിന്ദൻ പറയുന്നു. LDFനെ തോൽപ്പിക്കാൻ അൻവറിനെ ആയുധമാക്കിയവർ അതേ ആയുധം കൊണ്ട് മുറിവേറ്റ് പിടയുകയാണ് ഇപ്പോഴെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അൻവർ മത്സരിച്ചാലും ഇല്ലെങ്കിലും LDFന് അതൊരു വിഷയമേ അല്ല എന്നും UDF ആണ് അങ്കലാപ്പിലാകാൻ പോകുന്നത് എന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. നിലമ്പൂരിൽ UDF തന്നെ ഇല്ലാതാകുന്ന അല്ലെങ്കിൽ ശിഥിലമാകുന്ന കാഴ്ചയാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. UDFും BJPയും തമ്മിലുള്ള ബന്ധം നിലമ്പൂരിൽ പകൽ പോലെ വ്യക്തമാണെന്നും MV ഗോവിന്ദൻ പറയുന്നു. വഴിക്കടവ് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കോൺസൽ നിയമനം ഇതിന് ഉദാഹരണമാണ്. തീവ്ര ഹിന്ദു നിലപാടുകളിൽ കുപ്രസിദ്ധനായ ആളെ UDF നിയമിച്ചുവെന്നും കൃഷ്ണരാജിന്റെ നിയമനത്തെക്കുറിച്ച് MV ഗോവിന്ദൻ പറയുന്നു. ക്രൈസ്തവർക്കെതിരെ രാജ്യമെമ്പാടും സംഘപരിവാർ ആക്രമണം കടുപ്പിച്ച ഘട്ടത്തിലാണ് ആ സമുദായത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി വോട്ടർമാരെ കബളിപ്പിക്കാൻ BJP ശ്രമിക്കുന്നത്. ഈ പൊടിക്കൈയൊന്നും കേരളത്തിൽ പ്രത്യേകിച്ച് നിലമ്പൂരിൽ യേശില്ലെന്ന് ഉറപ്പാണെന്നും MV ഗോവിന്ദൻ പറയുന്നു.